സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് വരുന്നത്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മലബാർ മേഖലയിലുള്ളവർ സൂക്ഷിക്കുക. ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് മലബാർ മേഖലകളിലാണ്. വരുന്ന 2 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കുടയെടുക്കാൻ മറക്കണ്ട, ബൈക്കിലാണെങ്കിൽ കോട്ടെടുക്കാനും മറക്കണ്ട കേട്ടോ. വിവരങ്ങളുമായി അരുൺ തന്നെ നമ്മളോടൊപ്പം ഒരിക്കൽ കൂടിയുണ്ട്. അരുൺ, മലബാർ മേഖലയിലാണ് മഴ മുന്നറിയിപ്പ് ശക്തമായിട്ടുള്ളതല്ലേ? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഴയുണ്ടോ, പെയ്യുന്നുണ്ടോ? ഇന്നലെ രാത്രിയൊക്കെ എന്തായിരുന്നു അവസ്ഥ? മനു, ഇപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ലൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ആ ലൈവിലേക്ക് വന്നിരിക്കുന്നത്. കാരണം മഴ രാവിലെ തന്നെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. നേരത്തെ തെക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുമ്പോഴും വടക്കൻ മേഖലയിലുള്ളവർക്ക് ഭയങ്കര പരാതിയായിരുന്നു, മൺസൂൺ എന്തേ എത്തിയില്ല. എന്തായാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ മലബാർ മേഖലയിലുള്ള മൺസൂൺ ആ ഒരു അവസ്ഥയിൽ നമുക്ക് പറയുവാൻ പറ്റുന്നത്. ഇന്ന് 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് പ്രധാനമായും യെല്ലോ അലർട്ട്. ഇന്നലെ ഓറഞ്ച് അലർട്ട് ആയിരുന്നു. പക്ഷേ ഓറഞ്ച് അലർട്ട് ആയിരുന്നെങ്കിലും റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള മഴ ലഭ്യത കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ ലഭിച്ചു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഒറ്റപ്പെട്ടുള്ള ശക്തമായ മഴയ്ക്കാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. 24 മണിക്കൂർ കൊണ്ട് 64 മില്ലിമീറ്റർ മുതൽ 120 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു പ്രവചനം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, അതുപോലെ മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് വലിയ സാധ്യത കോഴിക്കോട് മലയോര പ്രദേശങ്ങളിൽ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം കക്കാടംപൊയിൽ, അതുപോലെയുള്ള തിരുവമ്പാടി, താമരശ്ശേരി ഉൾപ്പെടെയുള്ള ബാലുശ്ശേരി, കൂരാച്ചുണ്ട് ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. പലപ്പോഴും കക്കാടംപൊയിലും ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ വരുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടാവും. കാരണം പെട്ടെന്നായിരിക്കും ഈ ഒരു ജലാശയങ്ങളിൽ, പെട്ടെന്നുള്ള ഈ അരുവികളിലെല്ലാം മലവെള്ളപ്പാച്ചിൽ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നവരെല്ലാവരും ഈ ഒരു മുന്നറിയിപ്പ് കണക്കിലെടുക്കണമെന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഈ മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങൾക്ക്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പും ഉണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ, ഈ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്കുണ്ടാവാം എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. പക്ഷേ അത് ഇന്ദിരാക്കട്ടല്ല, അല്ലാതെ മരങ്ങൾ കടപുഴകി വീഴുമ്പോഴുള്ള വൈദ്യുതി തടസ്സമാണ്. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ മഴ മനുഷ്യരെ പോലെ തന്നെ കന്നുകാലികളെയും മറ്റ് ഈ മനുഷ്യരെ ഇണക്കി വളർത്തുന്ന ജീവികളെയും ബാധിച്ചേക്കാം. അപ്പോൾ അവരെ ഈ മനുഷ്യർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുമ്പോൾ അവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക. ഈ മഴ മുന്നറിയിപ്പ് അരുൺ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയല്ലേ? അരുൺ ഒരുപാട് മുന്നറിയിപ്പുകളെ കുറിച്ച് സംസാരിച്ചു, നിർദ്ദേശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു മുന്നറിയിപ്പ് മാത്രം പറയാൻ മറന്നുപോയി കേട്ടോ. മഴ പെയ്താൽ വഴിയിൽ കുയ്യുണ്ടാകും എന്ന മുന്നറിയിപ്പ് നമ്മുടെ മന്ത്രി നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ മറന്നുപോയി. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. മനു, അതൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ്. കാരണം നേരത്തെ ഒന്നും ഇല്ലാത്തൊരു പ്രതിഭാസമാണ് ഈ കുഴിയെല്ലാം രൂപപ്പെട്ടതിന് ശേഷം അതിങ്ങനെ ശരിയാക്കാതെ കിടക്കുന്നത്. കാരണം നമുക്കറിയാം LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു, എവിടെ നോക്കിയാലും നമുക്ക് ഗ്രാമാന്തര ഭാഗങ്ങളിൽ നോക്കിയാലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും എല്ലാം വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ ഒരുക്കിയിരുന്നു. ആ റോഡുകളിൽ എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിൽ പോലും ഒരു കൃത്യമായ ഒരു മേൽനോട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് PK ബഷീറിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും നമ്മളത് വായിച്ചെടുക്കുക തന്നെയാണ്. ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മഴയുണ്ടെങ്കിൽ വഴിയിൽ കുയ്യുണ്ടാകുമെന്നാണ് നമ്മുടെ PWD വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ ഏറനാടൻ ഭാഷാ ശൈലിയെ പരിഹസിച്ചതോ അപഹസിച്ചതോ അല്ല, അദ്ദേഹത്തിന്റെ ആ വാചകത്തെ നമ്മൾ ഇങ്ങനെ എടുത്തു പറഞ്ഞതാണ്. കാരണം നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇതൊരു LDF സർക്കാരിന്റെ കാലത്ത്, വെറുതെ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് മഴ പെയ്താൽ വഴിയിൽ കുഴി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എന്തൊക്കെ നടക്കുമായിരുന്നു? ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ലല്ലോ.
മന്ത്രി പി കെ ബഷീർ വളരെ ഭംഗിയായി കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മൂപ്പർക്കറിയാം മഴ പെയ്താൽ പ്രശ്നമാണ് എന്ന്. അതുകൊണ്ട് തന്നെ കൈയൊഴിഞ്ഞിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ വഴിയിൽ കുഴികളൊക്കെ ഉണ്ടാകും, അതിന് സ്വാഭാവികമാണ്, അതങ്ങനെ നടന്നുകൊള്ളുമെന്ന് വളരെ ഭംഗിയായി കൈയൊഴിഞ്ഞിരിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. അതാണ് നമ്മൾ കണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഷയെ അപഹസിക്കാനോ അദ്ദേഹത്തിന്റെ ആ ഭാഷാ ശൈലിയെ പരിഹസിക്കാനോ ഒന്നും പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞതിന്റെ രാഷ്ട്രീയം മാത്രമാണ് ഇങ്ങോട്ട് എടുത്തത്.